ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീഹരിയം ഒരു നിഴനാരായണീയം, ദശകം 92. കർമ്മമിശ്രഭക്തി. നിഷ്കാമമായി കർമ്മം ചെയ്യൂ, വേദോക്തി ഞാൻ അറിയുന്നു. സർവം സമർപ്പണം ചെയ്തു ജ്ഞാനം പ്രാപിക്കും. വർജിക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും വന്നുവെന്നാൽ വാസുദേവാനിനക്കതും സമർപ്പിക്കും ഞാൻ. ഭഗവാന്റെ വിഗ്രഹത്തിൽ ഭക്തിയോടെ പൂജ ചെയ്യും. ജലഗന്ധ പുഷ്പങ്ങളാൽ അർച്ചന ചെയ്യും. ഭംഗിയേറും നിന്റെ രൂപം മാനസത്തിൽ പ്രതിഷ്ഠിക്കും. ഉത്തമമം പൂജ ചെയ്തു പ്രസാദം നേടും. വേദാധികാരികളാകും ബ്രാഹ്മണരിൽ ചിലരെല്ലാം വേദരൂപാ നിന്നെ പറ്റി ചിന്തിക്കുന്നില്ല. ഇന്ദ്രിയാരാമന്മാരായി അഹങ്കാരികളുമായി ജീവിക്കുന്ന അവരെ പോൽ എന്നെയാക്കല്ലേ. അഭക്തന്മാരായ ദ്വിജർ ജ്ഞാന സമ്പന്നരാകിലും ഉത്തമരാം ഭക്തന്മാരെ നിന്ദിച്ചിടുന്നു. ഉറക്കെ പരിഹസിക്കും അവരെ പോലാക്കിയിടുലേ. അടിയനെ ഭക്തദാസദാസനാക്കണേ. കൃതയുഗം തന്നിൽ മുനിരൂപം പൂണ്ട ഭവാനിയും ത്രേതായുഗത്തിങ്കലോനൽ യജ്ഞമൂർത്തിയായി ദ്വാപരത്തിൽ ശ്യാമളനായി കലികാലേ കൃഷ്ണനായി മാനവരോ അവിടുത്തെ സേവ ചെയ്യുന്നു. മുരാരിയം ഗുരുവായൂരപ്പ കലികാലം പുണ്യം നാമജപം കൊണ്ടു മാത്രം വരം ലഭിപ്പൂം. കലികാലത്തിൽ പിറന്ന ഞങ്ങളെയും സർവശക്ത വിഷയവിഷരസത്തിൽ മോഹിപ്പിക്കല്ലേ. കലികാലേ ഭക്തരേറും ദ്രാവിഡത്തിൽ പ്രത്യേകിച്ചും കാവേരി നീളാനീകൾ തൻ തീരദേശത്തും കുറച്ചൊരു ഭക്തിരസം നിറഞ്ഞോരെനിക്കും ഹരേ കാരുണ്യാബ്ധേ സേവ ചെയ്യാൻ വരമേകണേ. കലികാലേ ജപം കൊണ്ടു മുക്തി നേടാമനായാസം. കലിയെ കൊന്നില്ല രാജൻ ഇക്കാരണത്താൽ. ഭക്തരെ രോഗങ്ങളാലും ദാരിദ്ര്യത്താലും വാലയ്ക്കും കലിയെ ഗുരുവാദേശ ശിക്ഷിക്കണമേ. ഗംഗാഗീത ഗായത്രിയും തുളസിയും ഏകാദശി ഗോപീചന്ദനവും സാളഗ്രാമ പൂജയും തിരുനാമാക്ഷരങ്ങളും നിൻ പ്രസാദം വർദ്ധിപ്പിക്കും. ഇവയിൽ അടിയനെന്നും ആസക്തി നൽകും. ദേവപിതൃഋഷികടം ഭക്തന്മാരെ ബാധിക്കില്ല. ആർക്കും അവർ ദാസന്മാരുമായിരിക്കില്ല. ഭക്തന്റെ പാപഫലത്തെ ഭഗവാൻ നാശിപ്പിക്കുന്നു. ദുഃഖ നിവാരണം ചെയ്തു ഭക്തി തരേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.